ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ക്ലീനപ്പ്, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ക്ലീനപ്പ് നമ്മൾ പാർലറിലൊക്കെ പോയി നമ്മളൊരു ക്ലീനപ്പ് ചെയ്യില്ല, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ക്ലീനപ്പ് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസ് എല്ലാം നല്ലോണം ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷനാണ്. നമ്മുടെ ഡെഡ് സ്കിന്നിനെ എല്ലാം മാറ്റി ഹെഡ്സിനെ എല്ലാം മാറ്റുന്നു. അതിനായി നമുക്ക് ഫസ്റ്റ് ആവി കൊടുക്കണം മുഖത്ത്. ഇപ്പം വേപ്പറൈസർ വീട്ടിലുള്ളവർക്കാണെങ്കിൽ വേപ്പറൈസർ ഉപയോഗിച്ച് ആവി കൊള്ളാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ, ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നല്ലവണ്ണം ചൂടാകുമ്പോൾ കട്ടിയുള്ള ഒരു ഓഫാക്കി കട്ടിയുള്ള ഒരു ടവൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം ആ ചൂട് നമ്മുടെ മുഖത്ത് ഒരു 3-4 പ്രാവശ്യം വെച്ച് കൊടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് വേപ്പറൈസർ ഉള്ളതുകൊണ്ട് ഞാൻ വേപ്പറൈസർ വെച്ച് ആവി കൊള്ളുകയാണ്. എല്ലാം നല്ല ക്ലീനാക്കി വേപ്പറൈസർ വെച്ച് ആവി കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ഫേസിൽ ആവി കൊള്ളിക്കുമ്പം നമ്മുടെ ഫേസിലുള്ള പോർസ് എല്ലാം ഓപ്പൺ ആവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഹെഡ്സ് എല്ലാം നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കുകയും ചെയ്യുവേ. 1 മിനിറ്റ് നേരം ഒന്ന് ആവി കൊള്ളിക്കണം. ഒരു മിനിറ്റ് നേരം ആവി കൊണ്ടിട്ടുണ്ട്. മുഖം ഒന്ന് തുടച്ചതിന് ശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാനായി ഞാനിവിടെ യൂസ് ചെയ്യണത് ടൊമാറ്റോയാണ്. നമ്മൾ പാർലറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കെമിക്കലായിട്ടുള്ള സ്ക്രബ്ബ് നമുക്ക് ഉപയോഗിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൊമാറ്റോ 2ആയിട്ട് മുറിച്ചതാണ്. അതിലോട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റടുത്ത മുറി ടൊമാറ്റോയിലും അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ. ഒപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. ഒപ്പം ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് തരിയുള്ള പഞ്ചസാര എനിക്ക് പൊടിച്ചിട്ടേ ഉപയോഗിക്കാവേ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിങ്ങനെ ഉരയ്ക്കുമ്പോൾ മുഖത്ത് സ്ക്രാച്ചസ് വീഴുകയും അതുവഴി നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് കൂടുതലുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കാവേ. അടുത്ത മുറിയിലും ഞാൻ അതുപോലെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്ക് ഇതുകൊണ്ടൊന്ന് മുഖത്തൊന്ന് നല്ലവണ്ണം ഉരച്ച് ഒരു 5 മിനിറ്റ് നേരം റൗണ്ട് മസാജ് കൊടുക്കണം. ഞാനൊരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തപ്പം ഈ പഞ്ചസാരയും ഈ കോഫി പൗഡറും എല്ലാം ഈ ടൊമാറ്റോയുടെ ഉള്ളിലോട്ട് ഇറങ്ങിയേ അതാ ഇങ്ങനെ കിട്ടി. ഇനി ഇതുകൊണ്ട് വേണം നമുക്കൊരു മസാജ് കൊടുക്കാൻ. ഇതുകൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ റൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ടൊമാറ്റോയുടെ നീര് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം ഒന്ന് ഇറങ്ങുവേ. അപ്പം നമ്മുടെ മുഖത്തുള്ള കറുത്ത ടൊമാറ്റോയ്ക്ക് നമ്മുടെ മുഖത്തെ കറുത്ത ഷെയ്ഡുകളെല്ലാം മാറ്റി മുഖം നല്ല നിറമുള്ളതാക്കി മാറ്റുവേ. അതുപോലെ തന്നെ കോഫി പൗഡറും പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ക്രബ്ബറാണ്. നമ്മുടെ മുഖത്തുള്ള ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല സുന്ദരമാകും. നമുക്കൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കാം. ചുണ്ടിലും എല്ലാം ഡെഡ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ചുണ്ടിലൊക്കെ കൊടുക്കാം. കഴുത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നല്ലവണ്ണം ഉരച്ചെടുക്കണം. നെറ്റിയിൽ ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഈ ടൊമാറ്റോ കൊണ്ട് നല്ലവണ്ണം ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുത്ത് ഇനി നമുക്കിതിനെ വൈപ്പ് ചെയ്ത് മാറ്റുകയോ കഴുകിക്കളയുകയോ ചെയ്യാം. ഞാനൊന്ന് കഴുകിയിട്ട് വരാം. ഞാൻ മുഖമെല്ലാം നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ഐസ് ക്യൂബ് കൊണ്ട് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കണം. ഒരു ഐസ് ക്യൂബ് വെച്ച് നമുക്ക് നല്ലവണ്ണം മുഖം ഒന്ന് തണുപ്പിക്കണം. നല്ലവണ്ണം തണുപ്പിച്ച് കൊടുക്കുക.
ഒരു തുണിയിലോ എല്ലാം ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. നല്ലൊരു തണുപ്പ്. ഒരു മിനിറ്റ് നേരം കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു മസാജ് കൊടുക്കണം. പാർലറിലൊക്കെ ഞാൻ കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്രീമിൻ്റെ മസാജാണ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്രീം പോലത്തെ ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്തു. വൈറ്റമിൻ ഇ ഓയിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഓയിൽ എടുക്കാം. അപ്പോൾ ഞാൻ ടാബ്ലറ്റാണ് എടുത്തത്. അതുപോലെ തന്നെ അലോവര, പ്ലെയിൻ അലോവര ജെല്ല്, അതും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമുക്കിപ്പോൾ ഇവിടെ മസാജ് ചെയ്യേണ്ടത്. വീട്ടിലൊക്കെ അലോവര ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പൾപ്പ് എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അലർജിയാണ്. മുഖം ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീം എടുത്ത് ഈ അലോവര ജെല്ല് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മസാജിങ്ങിന് ആവശ്യമായ അലോവര ജെല്ല് നമുക്കൊരു 1/2 ടീസ്പൂൺ എടുത്ത് അതിലോട്ട് നമുക്ക് ഈ വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യണേ. മിക്സിങ്ങാണ് പ്രധാനം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമ്മൾ അലോവര ജെല്ലും വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്തപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടി. തിക്കായിട്ടുള്ള ഒരു ക്രീം ഇങ്ങനത്തെ ഒരു ക്രീം കിട്ടി. ഈ ക്രീം വെച്ച് വേണം നമുക്കൊരു 5 to 7 മിനിറ്റ്സ് നേരം ഒന്ന് മസാജ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മസാജിങ് തുടങ്ങാം. കഴുത്ത് മുകളിലോട്ട് അപ്പർ ഡയറക്ഷനിൽ, കണ്ണിൻ്റെ താഴെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ട് പുറത്ത് കറുത്ത ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുമേ. നല്ലൊരു മസാജ് നമുക്കൊരു 7 മിനിറ്റ് നേരം കൊടുക്കാമേ. നമ്മൾ 7 മിനിറ്റ് നേരം മസാജ് കൊടുക്കണേ. നമ്മൾ 7 മിനിറ്റ് നേരം മസാജ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാമേ. മസാജ് എല്ലാം ചെയ്ത് മുഖമെല്ലാം വൈപ്പ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ അലോവര ജെല്ലും വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൊണ്ടുള്ള മസാജ് നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം സോഫ്റ്റ് ആക്കുകയും സ്കിന്നിലുള്ള കറുത്ത ഷെയ്ഡിനെല്ലാം മാറ്റുകയും ചെയ്യുന്നത്. അതാണ് ഈ അലോവര ജെല്ലും ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റും തമ്മിൽ കൊണ്ടുള്ള ഗുണം. ഇനി അടുത്തത് നമ്മൾ ഡെഡ് സ്കിന്നെല്ലാം മാറ്റി നമ്മൾ മസാജ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സ്കിന്നിനെ, അതായത് നമ്മുടെ മുഖത്തിനെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരാൻ, പോർസെല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കില്ലേ, പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരാനായി നമ്മളൊരു പാക്ക് യൂസ് ചെയ്യണം. അതിനായി ഞാൻ ഇവിടെ യൂസ് ചെയ്യണ പാക്ക് എന്ന് വെച്ചാൽ മുൾത്താണി മുട്ടിയും അതുപോലെ തന്നെ റോസ് വാട്ടറുമാണ്. ഞാൻ പാർലറിലും എൻ്റെ കസ്റ്റമേഴ്സിന് അതാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മുൾത്താണി മുട്ടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരൊന്ന് മുഖത്ത് ഇടാം. അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ പൾപ്പിൽ കുറച്ച് റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് അതും നിങ്ങൾക്കൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ മുൾത്താനി മട്ടിയും റോസ് വാട്ടറുമാണ് യൂസ് ചെയ്യണത്. നമുക്ക് കാണാം. പാക്കിടാനായി ഞാൻ 1/2 ടീസ്പൂൺ മുൾത്താനി മട്ടി എടുക്കുകയാണേ. ഒപ്പം ഇത് കുഴയ്ക്കാൻ ആവശ്യമായ റോസ് വാട്ടറാണ്. നമുക്ക് ഇതിനാവശ്യമായ റോസ് വാട്ടർ നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കുറച്ച് പാക്കായിട്ടുണ്ട്. നമുക്കിത് മുഖത്തിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മാറ്റാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ഉണങ്ങി പിടിച്ചിട്ടില്ല.
നല്ലോണം ഉണങ്ങി പിടിക്കണ്ട. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മസാജ് ചെയ്ത് മാറ്റിയെടുക്കാമേ. നേരത്തെ നമ്മൾ സ്ക്രബ് ചെയ്ത ടൊമാറ്റോ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ജ്യൂസ് വെച്ചൊന്ന് മസാജ് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, ഇതെൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യണത്. എന്നിട്ട് നമുക്കിതിനെ വൈപ്പ് ചെയ്ത് മാറ്റാം. ഐസ് ക്യൂബ് കൊണ്ട് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മസാജ് ചെയ്യാം. മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് റൗണ്ട് മസാജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ മുഖമെല്ലാം നല്ലവണ്ണം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് നല്ലവണ്ണം ഒന്ന് ക്ലീനായി എൻ്റെ ഫേസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് ക്ലീനപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പാർലറിൽ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്ന ക്ലീനപ്പ് ഇതാണ്. നമ്മൾ ചെയ്തത് നാച്ചുറൽ രീതിയിലും മറ്റേ നമ്മൾ കെമിക്കലായിട്ടുള്ള ക്രീമും സ്ക്രബും എല്ലാം ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ റോസ് വാട്ടർ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ടോൺ ചെയ്യുക. ഒപ്പം നമ്മളൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.